എതിർക്കുന്നവരാണ്. കരിമരുന്ന് അനാചാരം എന്ന് പറയുന്നവരാണ്. ചെണ്ടമുട്ട് അനാചാരം എന്ന് പറയുന്നവരാണ്. കുഴൽ വിളി അനാചാരം എന്ന് പറയുന്നവരാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും കൂട്ടരെ, ഇത് നിങ്ങളുടെ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ കാണാം, സിയാറത്തിന് പോകുമ്പോ ബാർത്തിയൻ മുട്ട, ഞങ്ങളെ നാട്ടിലൊരു ഭാഷയാണ് ബാർത്തി മുട്ട എന്നാണ്. എന്തായി ചെണ്ട കൊട്ടുക, കുഴൽ വിളിക്ക, അതൊക്കെ അനുവദനീയാണെന്നാണോ അല്ലാന്നാണോ? കേൾക്കൂ നിങ്ങൾ, ഇത് ആരുണ്ടാക്കിയ ബൈത്താണ്? സൈനുദ്ദീൻ, പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ബാപ്പ ഷെയ്ഖ് ഇബ്രാഹിം മഖ്ദൂം, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പിതാവ് ഷെയ്ഖ് ഇബ്രാഹിം മഖ്ദൂം തങ്ങളാൽ വിരചിതമായ ബൈത്താണ്. കേട്ടോളിൻ, എന്താ ബൈത്തില്? ആ ബൈത്തൊന്ന് ശ്രദ്ധിക്കാം അങ്ങോട്ട്. നടുവൊങ്ങി തല രണ്ടും വിരുന്തുള്ള കൂപത്തിൻ ഹറാമുന്നതല്ലാതുള്ള മുട്ടും വബാറുത്തി ഹലാലുന്നലാ തിട്ടം ലികുല്ലി മഹല്ലലിൻ കച്ചണ്ടാവറുഷും ഒറ്റ ആലാത്തി ലർബത്തി കദപ്പി മലൈ ബാരിൻ വഗൈരിൻ ബിഅറവന ഹലാലുൻ ഹലാലുൻ ലാ ഹറാമുൻ ലിസംഅതി وكيل الذي فينا تراعي ببيبلي حلال كذا بعض أخيدون مريتي കേട്ടില്ലേ? وكيل الذي فينا تراعي ببيبلي حلال كذا بعض أخيدون مريتي. ചെണ്ട, കുഴലി, പീപ്പിളി, അറവന, ദപ്പ്, അതുപോലെ തന്നെ എല്ലാം അനുവദനീയമാണ്. നടു കുടുങ്ങിയിട്ട് രണ്ട് ഭാഗത്തേക്കും വിശാലമായ ചെണ്ട മാത്രമേ ഹറാമുള്ളൂ, വേറുള്ള ചെണ്ടയ്ക്ക് ഹലാലാണ്. ബാൻഡ് മുട്ടാം, ചെണ്ട മുട്ടാം, എല്ലാം അനുവദനീയമാണ്. ഇതൊക്കെ അനുവദനീയാണെന്ന് മാത്രല്ല, തുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലെന്നാണ് നിയമം. തുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലെന്നാണ് നിയമം. ഏതാ പുസ്തകം? ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും. KM മുഹമ്മദ് കോയ, മാത്തോട്ടം. ഇതിന് അവതാരിക എഴുതി കൊടുത്തത് ആരാണ്? AP അബൂബക്കർ മുസ്ലിയാർ. AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അവതാരിക എഴുതി കൊടുത്ത പുസ്തകമാണ്. AP അബൂബക്കർ മുസ്ലിയാർ അവതാരികയിലെ പുസ്തകത്തിൽ പറയാണ്, തുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലാണ്. വിരോധത്തിന്റെ ചെണ്ടകളല്ലാത്ത ചെണ്ടകൾ മുട്ടുന്നതിനെ വിലങ്ങപ്പെടുന്നതല്ല, തുടി വിലങ്ങേണ്ടതാണ്. തുടി